കോൺവെൻറ്റ് സ്കൂളിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്കൂളാണ്. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് മുഴുവൻ അതിനകത്ത് എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് തന്നെ പലരും എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ച് വളർന്ന് അവർ ചെറുപ്പത്തിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നവരൊക്കെയാണ്. കുറച്ച് പേര് അമ്മയുടെ കൂട്ടുകാരിത്തിമാരുടെ റിലേറ്റീവ്സാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഫാമിലിയുമായി ബന്ധമുള്ള സിസ്റ്റേഴ്സും അവരുടെയൊക്കെ കൂടെ, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ആ ഒരു കോൺവെൻറ്റ് സ്കൂള് തൊട്ടടുത്ത് തന്നെ എൻ്റെ ചർച്ച്, എൻ്റെ വീട്. അപ്പോൾ ഈ ഒരു ചുറ്റുവട്ടത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എൻ്റേതായിട്ടുള്ള എല്ലാ കുസൃതികളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 7ാം ക്ലാസ് മുതൽ ചില വഴിതെറ്റിയ ജീവിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഭയം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, ഞാൻ എന്ത് കാണിച്ചാലും അത് വലിയ താമസമില്ലാതെ വീട്ടിലറിയും. കാരണം പ്രത്യേകിച്ച് ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലറിയും. കാരണം സിസ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ വീട്ടിലറിയിക്കും, ഒരുപാട് സമയം വേണ്ട. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്ന ഏക ഭയം ഇതായിരുന്നു, എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അത് താമസം വിന വീട്ടിലറിയും. അതുകൊണ്ട് തന്നെ വീട്ടിലറിയിക്കാതെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമൊക്കെ ആയിരുന്നു കുറേ കാലം. പക്ഷേ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലെയായിരുന്നു. ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് ചെല്ലുന്നു, +1 +2 അവിടെ അഡ്മിഷൻ എടുക്കുന്നു. എനിക്കറിയാം അവിടെ ഉണ്ടായിരുന്ന തീവ്രമായൊരു പ്രശ്നം എൻ്റെ വീട്ടിലറിഞ്ഞാലേ ഉള്ളൂ, അല്ലാതെ സാധാരണ ഒരു പ്രശ്നം ഒരിക്കലും എൻ്റെ വീട്ടിലറിയാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുറകിലെ ഒരു കടിഞ്ഞാൺ എവിടെയോ പോയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സാധ്യതകളാണ് പാപത്തിലേക്ക്, തെറ്റിലേക്ക്, തിന്മയിലേക്കൊക്കെ കടന്നു പോകാൻ ഒരുപാട് സാധ്യതകളായിരുന്നുകൊണ്ട് തന്നെ ആ കാലഘട്ടം എനിക്ക് ഓർക്കാൻ ചില ഭയമുള്ളൊരു കാലഘട്ടമാണ് +2, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലഘട്ടം. എന്തുമാകട്ടെ, ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവം നമ്മളെ കാണുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ കരത്തിന് കീഴിലാണ് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവഭയം. ഇവിടെ ആര് എന്നെ നോക്കുന്നു എന്ന് കരുതിയിട്ടാണോ നമ്മൾ എപ്പോഴും കറക്റ്റായി മുന്നോട്ട് പോകുന്നത്? അതായത് ഷിബു ബ്രദറിൻ്റെ ഒരു നോട്ടം എൻ്റെ പിന്നാലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ബിബിൻ ബ്രദർ, അല്ലെങ്കിൽ ഡസ്റ്റിൻ ബ്രദർ, ഇങ്ങനെ ബ്രദേഴ്സ് എന്നെ കാണുന്നു, സിസ്റ്റേഴ്സ് എന്നെ പരിശോധിക്കുന്നു. അവരുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നീറ്റായിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പ്രശ്നമാണ് കൂട്ടായ്മയിൽ, പ്രയറിൽ, ഗ്രൂപ്പിൽ, ചർച്ചിൽ ചെല്ലുമ്പോൾ ഞാൻ നന്നായിട്ട് ആരാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, മതബോധനം പഠിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെന്നെ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ പോകുന്നവരാണോ നമ്മൾ? അതെയോ ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന് ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നവരാണോ എന്ന് നമ്മളിന്ന് പരിശോധിക്കണം. ഒന്നാമത്തെ തലം, എൻ്റെ ദൈവം എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 139 സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിനെ എപ്പോഴും ഒരു കാര്യമുണ്ടായിരുന്നു, എൻ്റെ ദൈവം എൻ്റെ എല്ലാം അറിയുന്നു, എൻ്റെ ദൈവം എൻ്റെ സകലതും അറിയുന്നു എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബോധ്യം അവനിലേക്ക് കടന്നു വരുന്ന വിശ്വാസം നമുക്കറിയാം. ദാവീദ് ഒരു പാപം ചെയ്തു, അവൻ എല്ലാവരിൽ നിന്നും ആ പാപത്തെ മറച്ചു. പ്രത്യേകിച്ച് അവൻ ആ പാപത്തെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അവനെ ചേർത്ത് നിർത്തുന്ന അവൻ്റെ രാജ്യത്തെ, അവൻ്റെ കൂടെയുള്ള ജനങ്ങളെ മുഴുവൻ ആ പാപം മറച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, ദൈവം അത് കാണുന്നുണ്ടെന്ന് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്ത് പ്രവാചകൻ ദാവീദിന് മുൻപിൽ വന്ന് അതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു, അല്ലയോ ദാവീദ്, നീ ചെയ്ത തിന്മയെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവന് പിന്നെ കണ്ണീരൊഴുക്കാനേ നേരം ഉണ്ടായുള്ളൂ. അവൻ കണ്ണീർ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ, അയ്യോ കർത്താവേ, നിന്നെ മറയ്ക്കാൻ സാധിക്കുന്നില്ലല്ലോ, എൻ്റെ പാപത്തെ, എൻ്റെ ഹൃദയ വിചാര ചിന്തകളെ അറിയുന്ന ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് അവൻ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. നമ്മൾ എത്ര പേര് കർത്താവ് എന്നെ കാണുന്നുണ്ട്, ഞാൻ എവിടെ പോയി ഒളിച്ചാലും, ഞാൻ എവിടെ ആയിരുന്നാലും എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് എന്നറിയുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. വീണ്ടും എല്ലാവർക്കും ആഗ്രഹമാണ് ദൈവത്തെ കാണണം, എൻ്റെ യേശുവിനെ കാണണം. പറയുമ്പോൾ പഴയ നിയമത്തിൽ യേശുവിനെ കാണാൻ ഭയമായിരുന്നു. യേശുവിനെ കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയായിരുന്നു. കയ്യോ, കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ 1-2 വചനം വായിച്ച് നമ്മൾ പെട്ടെന്നൊന്ന് കടന്നു പോവുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 22-23 വാക്യം. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. അതായത് പഴയ നിയമത്തിലൊരു ചിന്താഗതി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ മുഖം ദർശിക്കുന്നവൻ മരണപ്പെടും, അവന് ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ അവൻ ഭയപ്പെടുക, കർത്താവിന്റെ ദൂതനെ കണ്ടു, അയ്യോ കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ട് മരണപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് അവൻ നിൽക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ പേടിക്കേണ്ട, നീ മരണപ്പെടത്തില്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കും. ന്യായാധിപന്മാർ അതിന്റെ 13-ാം അധ്യായം 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ഇവിടെ മനോവ
ദൈവത്തെ കണ്ടൊരു കാര്യമാണ്. അവിടെയും അതേ ഭയം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. ദൈവത്തെ കണ്ടാൽ ഞങ്ങൾ മരിച്ചു പോകുമോ എന്നൊരു ഭയത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ആശയം നമ്മൾ ഇവിടെ നിൽക്കട്ടെ. അതിനൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇസ്രായേൽ ജനം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അവരെ നടത്തി, ദൈവം അവരെ വഴി നടത്തി, ദൈവത്തിൻ്റെ വഴി നടത്തൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ കാനാൻ ദേശത്തേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവർ പോകുന്ന ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ, അങ്ങോട്ട് പോയി മരുഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു 40 ദിവസത്തേക്ക് മോശയെ കാണാതെയായി. കഴിഞ്ഞ കുറേ ദിവസം ആരാണ് അവരെ നയിച്ചത്? മോശയാണ് അവരെ നയിച്ചത്. മോശ ഈജിപ്തിലെ ഫറവോയെ തോൽപ്പിച്ചു. 10 മഹാമാരികൾ അയച്ച് ഈജിപ്തിനെ തന്നെ വലിയ കഷ്ടതയിലാക്കി. അവിടെ നിന്ന് തന്റെ ജനത്തെ കൈപിടിച്ചു കൊണ്ടുവന്നു. ഇതാ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം പോവുകയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് മോശയോട് പറഞ്ഞു, നീ മലമുകളിലേക്ക് കയറി വരിക, ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ദൈവമായി ഇതാ മോശ സംസാരിക്കാൻ ദൈവസന്നിധിയിലേക്ക് ഒരു മലമുകളിലേക്ക് കയറിപ്പോയിരിക്കുക. ജനം വിളിച്ചു പറയുക, കഴിഞ്ഞ കാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാനും സ്പർശിക്കാനും കൊണ്ടു നടക്കാനും കഴിയുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക. ഞങ്ങൾക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക. ഇപ്പോൾ പലരും പറഞ്ഞ് എനിക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൻ്റെ ഒരു ചിന്താഗതി വെച്ച് നോക്കി, ദൈവത്തെ കാണുന്നവൻ മരിക്കും എന്നൊരു ഭയത്തിലാണ് പഴയ നിയമ ജനത. എന്നാൽ ഇവിടെ തങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ജനം, അല്ല ദൈവം എന്ന് പറഞ്ഞ് ഇസ്രായേല് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്ന ഒരു കാര്യം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ന്റെ 1-ാം വാക്യം മുതൽ നമ്മളൊന്ന് വായിച്ച് ആ വചനം ഒന്ന് ചിന്തിച്ച് നമുക്ക് അവിടെ ഒരു ചിന്താഗതി ഒന്ന് നമ്മൾ ഉണ്ടാക്കുക. പഴയ നിയമത്തിലെ മറ്റൊരു ജനത്തിന്റെ ചിന്താഗതി നമ്മളൊന്ന് വായിക്കാം. മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങളെ നയിക്കാൻ വേഗം ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യകരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ആഗ്രഹം അത് തന്നെയാണ്. ഇസ്രായേലിന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇന്ന് നമ്മളെല്ലാവരും ദൈവത്തെ കാണണം, അല്ലെങ്കിൽ കർത്താവിനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണണേ, അല്ലേ? നമ്മൾ കർത്താവിനെ കാണുന്നത് എങ്ങനെയാണ്? താടിക്കാരനല്ലേ കാണുന്നത്, അല്ലേ? താടിക്കാരനാണ്. പുള്ളിക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? കർത്താവ് ശിവശിയെ നല്ല ഹൈറ്റുള്ള, അല്ലേ? നല്ല ഘനഗാംഭീര്യമുള്ള, നല്ല തീനാളങ്ങൾ പോലെ. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ഈ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയിൽ യേശുവിനെ കാണുമ്പോൾ എനിക്ക് അതിനകത്തുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അതിൻ്റെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെ പോയാലും ആ കണ്ണ് നമ്മളെ ഫോളോ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയിൽ നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. കാരണം നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മച്ചാൻ നമ്മളെ നോക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോക്കും, നമ്മൾ എവിടെ പോയാലും നമ്മൾ നോക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് നമ്മളെ നോക്കുന്നു എവിടെയായിരുന്നല്ലേ, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് 139-ാം സങ്കീർത്തനം എഴുതിയത് ഈ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഈ ഫോട്ടോ ഉണ്ടാക്കിയത് അത് കണ്ടിട്ടാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം എവിടെ പോയാലും, നീ പാതാളത്തിൽ പോയാലും, നീ കടലിനക്കരെ പോയാലും നിന്നെ കാണുന്ന ഒരു ദൈവം. അപ്പോൾ ആ ഫോട്ടോയിൽ എന്തൊക്കെയോ കാര്യമുണ്ട്. വിമർശിക്കുന്നതിൽ എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലേ? ഫോട്ടോ കുഴപ്പമൊന്നുമില്ല, അല്ലേ? കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫോട്ടോ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ കാണുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേൽ പറയുക, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ആരാഗ്രഹിക്കുന്നത്? ഇസ്രായേൽ ജനം, ഇവിടെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ജനം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും അങ്ങനെയാ, കയ്യിൽ കൊണ്ടുനടക്കുന്ന യേശുണ്ട്, അല്ലേ? അത് യേശുവിനെ ആകട്ടെ, കൊണ്ടുനടക്കാൻ പറ്റുന്ന മാതാവിനെ ആകട്ടെ, ഇവരെയൊക്കെയാണ് നമ്മുടെ ഇഷ്ടം. നമ്മുടെ പൊതുവായിട്ടുള്ളൊരു ഈ ആഗ്രഹം അത് തന്നെയാണ് എപ്പോഴും അങ്ങനെ. ഇപ്പോൾ ഈ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ വലിയ രൂപങ്ങളെ കൊണ്ടുനടക്കും, അല്ലേ? ഞാൻ കുറേ കാലം കൊണ്ടുനടന്നതാണ്. ഞങ്ങളുടെ ഒരു ടാസ്ക് ആയിരുന്നു. എൻ്റെ ചർച്ചിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോമീറ്റർ കറങ്ങിയാണ് ഞങ്ങളുടെ റാസ വരുന്നത്. അപ്പോൾ ഈ പ്രദക്ഷിണത്തിൽ ഈ പറയുന്ന ഉണ്ണീശോയുടെ രൂപം ചുമക്കാനായിട്ട് ഇത്തിരി ആൾ കൂടുതലാണ്. ഔസേപിതാവും ഉണ്ട്, മാതാവും ഉണ്ട്. പക്ഷേ ഉണ്ണീശോയ്ക്ക് ഇത്തിരി പവർ കൂടുതലായിരുന്നു. ഉണ്ണീശോയുടെ രൂപം ചുമക്കാനാണ് ആൾ കൂടുതൽ. അപ്പം ഞാൻ ഉണ്ണീശോയുടെ രൂപം ചുമക്കാനായിട്ടാണ് എനിക്കിഷ്ടം. ഞാൻ ഈ റാസം മുഴുവൻ കൊണ്ടു നടന്നിട്ടുണ്ട് ഈ രൂപത്തെ.
പക്ഷേ ഞാൻ 2 അടിച്ചിട്ടൊക്കെയാണ് കൊണ്ടു നടന്നേക്കുന്നത്. ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്. പ്രത്യേകിച്ച് ഉണ്ണീശോയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ തോളത്തൊക്കെ ഇരുന്ന് ആടി പാട്ടൊക്കെ പാടി ഞാനിങ്ങനെ കൊണ്ടു നടന്ന് ഞങ്ങൾ പള്ളിയിൽ തിരിച്ചു കൊണ്ടുവന്ന് ആക്കുന്നത് വരെ ഉണ്ണീശോ ഇന്ന് വരെ എന്നെ ഒരു ശാസന പോലും ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഈജിപ്തിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ആഗ്രഹം. തങ്ങളെ ഒന്നും ചെയ്യരുത്, തങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റണം, ഞങ്ങളെ ശാസിക്കരുത്, ഞങ്ങളെ ശിക്ഷിക്കരുത്, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകരുത്. ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു ദൈവത്തെ കിട്ടിയാൽ അതാണ് സന്തോഷം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം എന്താണെന്ന് പഴയ നിയമ ചിന്താഗതിയിൽ കാണുകയാണ്. ദൈവത്തെ കണ്ടാൽ മരണപ്പെടുമെന്നൊരു ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ അതേ പഴയ നിയമത്തിൽ തന്നെ ഇസ്രായേൽ പറയുക, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഇതാ അവിടെ ഉണ്ടായിരുന്ന സകല സ്വർണവും എന്ത് ചെയ്തു? ഒരു അഗ്നിയിലേക്ക് ഇട്ട് ഓർന്നൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ കാളക്കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന്മാർ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഈ ദൈവമാണ് ഞങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കൊണ്ടുവന്നത് എന്ന് വിളിച്ചു പറയുന്ന ഒരു ഇസ്രായേൽ ജനത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മളതിൻ്റെ 4-ാം വാക്യം മുതലൊന്ന് വായിക്കാമോ ബ്രദറെ? അവൻ അവ വാങ്ങി മൂശയിലൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലെ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അതായത് അതുവരെ അവരൊരു ദൈവത്തെ കണ്ടില്ല, ഒരു ദൈവത്തെ നേരിട്ട് സ്പർശിച്ചില്ല, കണ്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾ കണ്ടതും തൊട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ യേശുവിനെ ഞങ്ങൾ വരയ്ക്കും, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ ചിത്രം വരയ്ക്കും എന്നൊക്കെ പറയുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ആ ന്യായീകരിക്കുന്ന ചില ആളുകൾ. അപ്പൊ അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഇസ്രായേൽ ജനം ഇതാ അതുവരെ കാണാത്തൊരു ദൈവത്തെ അവർ കണ്ടിട്ടില്ല, ഒന്നുമില്ല, പക്ഷെ അവർ അനുഭവിച്ചിട്ടുണ്ട്. 10 മഹാമാരിയിലൂടെ അവരുടെ ചുറ്റുമുള്ള ജനത കഷ്ടത അനുഭവിക്കുന്നവർ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 40 ദിവസം മോശയെ കാണാതെ വന്നപ്പോൾ അവർ വിളിച്ചു പറയാൻ തുടങ്ങി, ഞങ്ങൾക്കൊരു ദേവൻ ഉണ്ടാക്കിത്താ, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്താ, ഞങ്ങൾക്ക് ഇപ്പം വേണം, ഞങ്ങൾക്ക് ദേവനെ ഇപ്പം വേണം, ഞങ്ങളെ കൊണ്ടിറക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ തുടങ്ങി. ഈ മോശ 40 ദിവസം പോയപ്പോൾ ഇവന്മാർ ഇത് വിളിച്ചു പറയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കർത്താവ് വിശ്വസിക്കുക, ഒരു മലയുടെ മുകളിൽ പോയി നിന്നിട്ട് നേരെ മുകളിലേക്ക് പോയി. ശിഷ്യന്മാരെല്ലാം വാ പൊളിച്ച് മുകളിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ ഒരു കൈ അടിച്ചിട്ട് പറഞ്ഞു, വാ അടക്കടാ. ആ പോയ ആൾ അങ്ങനെ തന്നെ തിരിച്ചു വരും, പോയ പോലെ തന്നെ യേശു തിരിച്ചു വരും എന്ന് പറഞ്ഞു. നീ വായ അടച്ചിരുന്നോ, നീ വാ തുറന്നിരിക്കണ്ട, പോയ ആൾ എന്തായാലും തിരിച്ചു വരും, നീ പേടിക്കണ്ട. യേശു പറഞ്ഞു, ഞാൻ വരും, ഞാൻ വരും. ഇത് പ്രവാചകന്മാരിലൂടെ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തി. യേശു പറഞ്ഞു, ഞാൻ വരും, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുവരെ നിങ്ങൾ എങ്ങനെയായിരിക്കണം? വിശുദ്ധിയിലായിരിക്കണം. നിങ്ങൾ എന്നെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞ് സഭയെ ഏൽപ്പിച്ചു. 1-ാം നൂറ്റാണ്ട് പോയി, 2-ാം നൂറ്റാണ്ട് പോയി, 3-ഉം 4-ഉം 5-ഉം 6-ഉം 7-ഉം നൂറ്റാണ്ടുകൾ കടന്നുപോയി കഴിഞ്ഞപ്പോൾ 40 ദിവസം മോശയെ കണ്ടിട്ട് കാണാതെ ആയി കഴിഞ്ഞപ്പോൾ ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തിയ ആളുകളെ പോലെ തന്നെ നമ്മുടെ ആളുകൾക്കും ഒരു എല്ലിൻ്റെ ഇടയിൽ ഒരു കുത്തൽ വന്നു. അപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കർത്താവിനുണ്ടാക്കിയത്, ഒരു താടിക്കാരനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന, ഞങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ ഇതാ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു യേശുവിനെ ഞങ്ങൾക്ക് വരച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഡാവിൻചി അത് ഭംഗിയായിട്ട് വരച്ചു. ഒരു കുറ്റവാളിയുടെ ചിത്രം എടുത്ത് യേശുവിൻ്റെ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തു. ഇതാണ് യേശു, നീ കണ്ടോ എന്ന് പറഞ്ഞു. പൗലോസ് കൊരിന്തി ലേഖനത്തിലെ അതിന്റെ 13-ാം അധ്യായത്തില് സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അവസാനം പറയും, നീ ഇപ്പോ കണ്ണാടിയിലൂടെ അവ്യക്തമായി ദൈവത്തെ കാണുന്നു, എന്നാൽ ഒരു ദിവസം നീ ദൈവത്തെ വ്യക്തമായി കാണും, മുഖാമിമുഖം നീ ദൈവത്തെ ദർശിക്കും. ഇന്ന് നിനക്കത് പറ്റത്തില്ല, നീ എന്ന് കാണും? ദൈവത്തെ ഒരു ദിവസം കാണും. പക്ഷെ കർത്താവിന്റെ സഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? നേരെ തിരിച്ചു, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ദൈവത്തെ കാണണം. നമ്മൾ നോക്കിക്കാൻ നമ്മുടെ ചുറ്റുപാടുകളിൽ എവിടെ ചെന്നാലും ഈ ചിത്രമില്ലാത്തൊരു സ്ഥലമില്ല. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ കാണാൻ സാധിക്കും, ഒരു ജംഗ്ഷനിൽ ചെന്നാൽ അവിടെ കാണാൻ സാധിക്കും. എവിടെ ചെന്നാലും ഈ താടിക്കാരൻ്റെ ചിത്രമില്ലാത്തൊരു സ്ഥലമില്ല, അല്ലേ? ഒരു സ്ഥലമില്ല, എവിടെ ചെന്നാലും ഈ പറഞ്ഞ സാധനം. നിങ്ങൾ ചിന്തിക്കുക, ഇതേ ഇസ്രായേൽ തന്നെയാണ് ഇന്ന് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. കാനാൻ ദേശത്ത് നിന്ന് വിടുവിച്ച് 40 ദിവസം മോശയെ കാണാതെ വന്നപ്പോ ഞങ്ങൾക്ക് ഒരു ദേവനെ ഉണ്ടാക്കി തരുമെന്ന് ആക്രോശിച്ച അതേ അഹറോനിന്റെ ആളുകൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്തു കൊടുത്ത അതേ അഹറോൻ തന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെ? തനിയാവർത്തനം, ഒരു വ്യത്യാസമില്ല. അവിടെ എന്ത് സംഭവിച്ചു? ജനം വിളിച്ചു പറഞ്ഞു, അഹറോൻ അത് ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ എന്ത് സംഭവിച്ചു? ജനം ആഗ്രഹിച്ചു, ജനം ചോദിച്ചു, ഇവിടുത്തെ പുരോഹിതരും ഇവിടുത്തെ നേതാക്കന്മാരും അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഇന്നിവിടെ ലോകം പത്രോസ് എന്ന് പൗലോസ് എന്ന് പറഞ്ഞ പോലെ ഇതാ വിഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മുഴുവൻ ചിത്രമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുതിയൊരു അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട്, ഫാദർ അജീഷോ അങ്ങനെ എന്തോ ആയിരുന്നു. നമ്മൾ യൂത്തിലേക്ക് ഒരു ലിങ്ക് കിട്ടിയില്ല കഴിഞ്ഞ ദിവസം.
അപ്പം അച്ഛൻ വിഗ്രഹത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പുതിയ വീഡിയോകളാണ്, പുതിയ സാധനങ്ങളാണ്. അച്ഛൻ എനിക്ക് തോന്നുന്നത് പഞ്ചാബ് ഭാഗത്ത് എവിടെയാണ്. അച്ഛന്മാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. അതായത് ഇത്തരം പ്രവർത്തികൾ ഇനിയെങ്കിലും നിർത്താറായില്ലേ? ഈ അഹറോൻ ചെയ്ത അതേ തിന്മ തന്നെ ഇന്നും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ജനം വിളിച്ചു ചോദിക്കുമ്പോൾ അതേ പ്രവൃത്തി തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛൻ ന്യായീകരിക്കുക, അനേക ന്യായീകരണം. അതാ കർത്താവ് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, കെരൂബുകളെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, ജെറുസലേം ദേവാലയത്തിലെ കാളയുണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുതിയ ന്യായീകരണങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഒന്നും മതിയായ ഒരു കാര്യം അവിടെ വരുന്നില്ല. കർത്താവ് ഈശോമിശിഹായെ ഉണ്ടാക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, വീണ്ടും നമ്മളൊരു വാക്യം കൂടി നമ്മളൊന്ന് വായിച്ച് മുന്നോട്ട് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. പുതിയ നിയമ ചിന്താഗതി നമ്മളൊന്ന് പരിശോധിക്കുക. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 18-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ ദൈവ പിതാവിനെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ആരും കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ, ചർച്ചകളിൽ വർക്കുകൾക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്, ഈ ആൾത്താരയിൽ ഏറ്റവും ടോപ്പിൽ ഒരു താടിക്കാരൻ ഒരു അപ്പച്ചൻ ഇരിക്കുന്നുണ്ടാവും. ഏറ്റവും മുകളിൽ ഇങ്ങനെ കൈയൊക്കെ ഒരിച്ചത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു താടിക്കാരൻ അപ്പച്ചനെ കാണാം. തൊട്ട് താഴെ ഒരു താടി വെച്ച നമ്മുടെ ഡാവിഞ്ചി വരച്ച ചിത്രം കാണാം. അതിൻ്റെ താഴെ ഒരു പ്രാവ് പറക്കുന്നത് കാണാം, അല്ലേ? അപ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന ആരായിരിക്കും? നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ദൈവപിതാവാന്ന് പറയുന്നത്. പ്രായമുണ്ട്, കുറച്ച് ദീർഘമുണ്ട്, കാരണം കുറേ വർഷമായല്ലോ, ഉൽപ്പത്തി മുതൽ തുടക്കം തുടങ്ങി ഇങ്ങനെ വന്നാണല്ലോ. അപ്പോൾ പ്രായമായി, അപ്പോൾ താടിയൊക്കെ നരച്ചു, മുടിയൊക്കെ നരച്ചു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പടം വരയ്ക്കുമ്പോൾ താടി നല്ല കറുത്ത താടിയാണല്ലേ. എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഡൈയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം 12,000 വർഷമായിട്ട് മുടിയൊന്നും നരച്ചിട്ടില്ല, നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്, നല്ല സുന്ദരനാണ് ഇപ്പോഴും. 2000 വർഷമായിട്ടും ആ താടിക്കാരന് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല പുതിയ ഡൈ ആണ്, എന്തായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഈ രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഇതിനെ വരച്ചു വെക്കുക. ചർച്ചകളിൽ മുഴുവൻ ഞാൻ ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ചിത്രം എടുക്കും, പിന്നെ എൻ്റെ മൊബൈലിൻ്റെ ഗാലറിയിൽ നിന്ന് നിറഞ്ഞു തുടങ്ങി ഈ സാധനം കണ്ട്. കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു കൗതുകം തോന്നി ഇതൊക്കെ ചിത്രം എടുക്കും, പിന്നെ ഇത് നിരന്ന് എല്ലാ ചർച്ചിലും ഇത് തന്നെയാണ്. ഈ താടിക്കാരൻ, നരച്ച താടിക്കാരൻ, മറ്റൊരു താടിക്കാരൻ, പിന്നെ ഒരു പ്രാവ്. ഇതാണ് ഇന്നത്തെ ദൈവത്തിൻ്റെ സങ്കല്പം, ദൈവിക സങ്കല്പം. ഇതിലേക്ക് നമ്മൾ വീണുപോയി, നമ്മൾ അങ്ങേയറ്റം വരെ ചെന്നു. വീണ്ടും ശ്രദ്ധിക്കണേ, നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുക. ഇവിടെ യേശു പറയുകയാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, യേശു ക്രിസ്തുവാണ് ആ ദൈവത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ യേശുവിനെ കണ്ടവൻ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. അപ്പൊ യേശുവിനെ ഞങ്ങൾ കണ്ടതുകൊണ്ട് വരച്ചു, ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് വരയ്ക്കുന്നത് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. എന്തുവാട്ടെ, നമുക്കൊരു വാക്യം വായിക്കാം. 1 തിമോത്തി അപ്പസ്തോലന്റെ ലേഖനം വായിക്കാം. 1 തിമോത്തി 6-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. 1 തിമോത്തി അതിന്റെ 6-ാം അധ്യായം 15-16 വാക്യം. താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. പുറപ്പാട് പുസ്തകത്തില് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച മോശയുടെ മുൻപിൽ ദൈവം സീനായ് മലയിൽ ഇറങ്ങി വരുന്നു. സീനായ് മലയിൽ ഇറങ്ങി വരുന്നു, ഇടിനാദം കേൾക്കുന്നു, കാഹളധ്വനി കേൾക്കുന്നു, ശബ്ദത്തിന്റെ ഘനഗാംഭീര്യത കൂടുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പുറപ്പാട് അതിന്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണ് അവന്റെ പ്രത്യക്ഷതെന്നും അതിന്റെ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുമുണ്ടായി, മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു, കാഹളധ്വനി ഉച്ചത്തിൽ മുഴങ്ങി, പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോ, ദൈവത്തിന്റെ തേജസ്, അവന്റെ മഹത്വം ഇറങ്ങി വന്നപ്പോ ജനം മുഴുവൻ ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ട് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. അയ്യോ, ഞങ്ങളുടെ ദൈവം, മഹത്വത്തിന്റെ ദൈവം, അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവൻ, സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ മഹത്വം കണ്ട് ഇതാ ജനം ഞെട്ടി വിറച്ചു നിൽക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞു, മോശ, നീ ഒരിക്കലും അവരടുത്തു വന്ന് മരണപ്പെടും, അതുകൊണ്ട് മലയുടെ ചുറ്റും നീ കയർ കെട്ടണം, മൃഗമെടുക്കരുത്, മനുഷ്യനെടുക്കരുത്, ഒന്നും എടുത്തു വരരുത്. മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടണം, അവൻ സ്ത്രീകളെ തുടരുത്, ശുദ്ധീകരണ കർമ്മത്തിലായിരിക്കണം, ദൈവത്തെ കാണുന്നവൻ പോലും മരണപ്പെടരുത്, അത്ര അകന്നു വേണം, അത്ര കാര്യ പ്രാപ്തിയോടെ ശ്രദ്ധയോടെ വേണം നീ ദൈവത്തെ എന്ത് ചെയ്യാൻ, ദൈവത്തിന്റെ അടുത്ത് വരാൻ എന്ന് വചനം പറയുക. അതിന് 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് 19-18 വായിക്കുമ്പോൾ, ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്നും പുക ഉയർന്നുകൊണ്ടിരുന്നു, മല ശക്തമായി ഇളകി വിറച്ചു, മല വിറച്ചുകൊണ്ടിരുന്നു. ശബ്ദം കേട്ടിങ്ങനെ കാഹളധ്വനിയും ഇതെല്ലാം കേട്ട് ജനം വിറച്ചുകൊണ്ടിരുന്നു. വീണ്ടും കർത്താവിന്റെ ആത്മാവ് അതിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
അപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണാൻ അതിർത്തി ലംഘിച്ചു വരും, അവർ മരണപ്പെടും. വിശുദ്ധിയില്ലാത്ത ഈ ജനത, അശുദ്ധിയിൽ ജീവിക്കുന്ന ഈ ജനത ദൈവത്തിന്റെ മുഖം ദർശിച്ചാൽ എന്ത് സംഭവിക്കും? മരണപ്പെടും, തീർച്ച. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, നിങ്ങൾ മാറി നിൽക്കണം, ഇങ്ങനെ എല്ലാ ഉപദേശവും കൊടുത്തൊരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കാലം കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഈ ദൈവത്തെ ഭയമില്ലാതെയായി. ദൈവത്തെ ആർക്കും ഭയമില്ലാതെയായി. ദൈവ ഭയം ഇന്ന് ക്രിസ്ത്യാനിയുടെ ഇടയിൽ നിന്നും നശിപ്പിച്ചത്, ഇല്ലാതെയാക്കിയത് ഞാൻ പറയും വിഗ്രഹങ്ങളാണ്. ഈ വിഗ്രഹ ചിന്തയാണ് ദൈവ ഭയം എന്ന് പറയുന്ന സംഭവം പാടെ ക്രിസ്ത്യാനിയുടെ ഇടയിൽ നിന്നും ഇല്ലാതെയാക്കിയത്. ഈ വചനത്തിലൂടെ ക്രിസ്ത്യാനി പോയിരുന്നെങ്കിൽ, ഈ ദൈവവചനത്തിലൂടെ ക്രിസ്ത്യാനി പോയിരുന്നെങ്കിൽ, അദൃശ്യനായ അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്ന ആ ദൈവത്തെ ക്രിസ്ത്യാനി എന്നേക്കും ഭയപ്പെട്ടേനെ. ഇന്ന് കള്ള് കച്ചവടക്കാരനാ പള്ളി കമ്മിറ്റിയുടെ മെയിൻ ആള്. കാരണം അവന് ഭയമില്ല. കള്ള് കച്ചവടം എന്നെ കുഴപ്പമൊന്നേ, കാരണം കർത്താവ് വിഗ്രഹത്തിലിരിക്കുന്നേ. പ്രിയമുള്ളവർ, ദൈവ ഭയം ഇല്ലാതെയായി ദൈവജനത്തിന്. ഇന്ന് ദൈവത്തെ ആർക്കും ഭയമില്ല. കാരണം എന്നാ? അനങ്ങാത്ത പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ദൈവമാണ് ഇന്ന് ക്രിസ്ത്യാനിയുടെ ദൈവം. കഴുത്തിൽ തൂക്കിയിടാൻ കഴിയുന്ന ദൈവമാണ് ഇന്ന് ക്രിസ്ത്യാനിയുടെ ദൈവം. ഇങ്ങനെ എന്റെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കാനും എന്റെ ഇഷ്ടത്തിന് കളയാനും കൂടെ നടത്താനും കഴിയുന്ന ഒരു ദൈവമാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തെ ഭയമില്ലാതെയായ ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പമില്ല, ദൈവത്തെ ഭയമില്ല. ദൈവവചനം കൂടെ കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യാനിക്ക് ഇന്ന് ദൈവഭയമുണ്ട്. അവന് മാത്രമേ ദൈവഭയമുള്ളൂ, മറ്റൊരുത്തരും ഇല്ല ഈ ദൈവഭയം. കാരണം എന്താ? ഈ വിഗ്രഹത്തിന് വല്ലതും ചെയ്യാൻ സാധിക്കുമോ? അത് വല്ലതും അണക്കുമോ? വല്ലതും ചെയ്യുമോ? ഒന്നും. ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങൾ എന്റെ തോളത്തിരുന്നാ നീ ഉണ്ണിവിഷയാ, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഇതുവരെ ഒരു ശാസനം ശാസിച്ചിട്ടൊന്നുമില്ല. ഞാൻ കള്ളു കുടിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല മോനെ, നീ അടുത്ത വണ്ണം ഡ്രൈ ആയിട്ട് കുടിക്കണ്ട, കരിക്കൊഴിച്ച് കുടിച്ചോളാൻ പറയും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. നീ നമ്മളെ ശാസിച്ചിട്ടൊന്നുമില്ല. കർത്താവിന്റെ വചനം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ഈ കള്ളുകൂടി നിർത്തിയേ. അതുവരെ ഞാൻ ഈ പരിപാടിയായിരുന്നു, ഒരു മാറ്റവും ഇല്ലായിരുന്നു. ആ പെരുന്നാൾ കഴിഞ്ഞു വന്നിരുന്ന് കള്ളുടിക്കുക, അതിന് മുമ്പും കള്ളുടിക്കുക, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഈ ഉണ്ണി വിഗ്രഹങ്ങളൊന്നും ആരെയും ഭയത്തിലേക്ക് മാറ്റത്തില്ല, ദൈവ ഭയത്തിലേക്ക് കൊണ്ടുവരത്തില്ല. ദൈവം സ്നേഹമാണെന്ന് പറയുന്ന കൊരിന്തോസ് ലേഖനത്തിലാണ് ഞാൻ പറയുന്നത്, അതിന്റെ 13-ാം അധ്യായത്തില് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ് അവസാനം പറയുകയാണ്, ഇന്ന് ദൈവത്തെ നമ്മൾ എങ്ങനെ ദർശിക്കുന്നു? ഒരു കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി കാണുന്നു. എന്നാൽ മുഖാഭിമുഖം ദർശിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഇന്ന് എനിക്ക് പറ്റത്തില്ല, നേരിട്ട് ദർശിച്ച ചിലപ്പോ ഞാൻ അശുദ്ധിയുള്ളവനാ, എനിക്ക് പറ്റത്തില്ല അതിനെ താങ്ങാൻ. ഇതാ യെശയ്യാ പ്രവചനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കുമ്പോ, യെശയ്യാ പ്രവചനത്തില് അതിന്റെ 6-ന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. അതായത് അതിനു മുൻപ് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അവിടെ കെരൂബുകൾ ചെയ്യുന്നുണ്ട്. 2 കൊണ്ട് അവർ കാൽ മറച്ചു, 2 കൊണ്ട് അവർ മുഖം മറച്ചു. കാരണം ദൈവത്തെ നേരിട്ട് കാണാൻ പോലും ആ കെരൂബുകൾക്ക് പോലും ഭയമായി ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആ കാഴ്ചയിൽ നിന്ന് അവർ മുഖം മറച്ച്, കാലുകൾ മറച്ച് ഭയഭക്തിയോടെ നിൽക്കുക. അതിനുശേഷം ദൈവത്തിന്റെ മുഖം ദർശിച്ചു കഴിഞ്ഞപ്പോ അവിടെ പറയുകയാണ്, അയ്യോ എനിക്ക് ദുരിതം, കാരണം ഞാൻ അശുദ്ധിയുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവരും അശുദ്ധിയുള്ള ആദരങ്ങളുള്ളവരുമാണ്, അതുകൊണ്ട് എനിക്ക് ദുരിതം. ഈ ദൈവഭയം നമ്മളിൽ നിന്ന് എവിടെ പോയത്? പഴയ നിയമത്തിന്റെ ഈ ചിന്താഗതി മുഴുവൻ തീർന്നു, മുഴുവൻ അവസാനിച്ചു. ശരിയാ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ദൈവത്തിന്റെ വചനം. 1 യോഹന്നാൻ 1:5. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും. അതായത് 1 യോഹന്നാൻ 1-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ വെച്ചിട്ടാണ് ന്യായീകരിക്കുന്നത്. ഞങ്ങൾ ചിത്രം വരയ്ക്കും, ഡാവിഞ്ചി ഞങ്ങൾ വരച്ചു തന്നു. ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചുമായി ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിച്ചു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ വരച്ചു. ഞങ്ങൾ കണ്ടു, നിങ്ങൾ കണ്ടു, ഞങ്ങൾ വരച്ചു. നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ വരയ്ക്കണ്ട എന്ന് പറയുന്ന ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അതിന് 5-ാം വാക്യമാണ് ഈ പറയുന്നത്, ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. തൊട്ട് താഴെ ഈ വചനം വെച്ച് ന്യായീകരിക്കുമെന്ന് അറിയാവുന്ന ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനോട് എഴുതാൻ പറഞ്ഞു, ദൈവം പ്രകാശമാണ്. മനുഷ്യന്റെ ഭാവനയിലോ ചിന്തയിലോ ഉള്ള താടിക്കാരനല്ല ദൈവം.
നിന്റെ കയ്യിൽ കൊണ്ടിറങ്ങാൻ പറ്റുന്നതല്ല ദൈവം. ദൈവം പ്രകാശമാണ്. അതുകൊണ്ട് നീ അതുകൂടി എഴുതി യോഹന്നാൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനെ കൊണ്ട് അതുകൂടി എഴുതിച്ചു. ഇത് സൗകര്യപൂർവ്വം ഈ വാക്യമാണ് മാറ്റിവെക്കും. നമ്മൾ തുടക്കം വായിച്ചു നിർത്തിയൊരു വാക്യമുണ്ട്, 1 തിമോത്തി അതിൻ്റെ 6:16 വാക്യം. സത്യവേദപുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിച്ച് അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട്. ആ വാക്യം ഒന്നും കൂടി ഒന്ന് വായിക്കാമോ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. 1 തിമോത്തി അതിൻ്റെ 6:16. താൻ മാത്രം അമർത്യനായുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, ദൈവം അമർത്യനായി മരണമില്ലാത്തവനായി അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ പ്രകാശത്തിൽ വസിക്കുന്നവന്. നമ്മൾ യോഹന്നാനിൽ കണ്ടു, ദൈവം പ്രകാശമാണ്. ആ പ്രകാശത്തിലേക്ക് നിനക്ക് അടുത്തുകൂടാൻ കഴിയത്തില്ല. അടുത്തുകൂടാൻ കഴിയാത്തവണ്ണം പ്രകാശത്തിൽ വസിക്കുന്നവനും, മനുഷ്യർ ആരും കാണാത്തവനും, മനുഷ്യന് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവന്റെ കഴിവ് കുറവ് കൊണ്ടല്ല, അവന്റെ പാപം നിമിത്തം, അവന്റെ ബലഹീന നിമിത്തം, അവൻ ഇന്ന് പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് കാണാൻ കഴിയാത്തതുമായ തക്ക സമയത്ത് അപ്രത്യക്ഷ വരുത്തും അവന് ബഹുമാനവും നിത്യബലവും പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയമുണ്ട്, ഒരു തക്ക സമയമുണ്ട്. നിനക്ക് വെളിപ്പെടുന്ന, നിനക്ക് പ്രകാശത്തിൽ ആ ദൈവത്തെ കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ സത്യദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു ദിനമുണ്ട്. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇന്ന് നീ കണ്ണാടിയിലൂടെ കാണുന്നു, പക്ഷെ അന്ന് നീ മുഖാഭിമുഖം ദർശിക്കും. മുഖത്തോട് മുഖം നോക്കി നീ കാണും ആ കർത്താവിനെ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുക. ഞാൻ ചോദിക്കട്ടെ, മോശ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? മോശ യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ കണ്ടിട്ടുണ്ടോ? മോശ യേശുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മളൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന് 33 അധ്യായം 18 വാക്യം. 33:18. നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ഒരു ചെറിയൊരു ആഗ്രഹം മോശ കർത്താവിനോട് പറയുന്നതാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വായിക്കാം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് എൻ്റെ ദൈവത്തിന്റെ മഹത്വം കാണണം. എനിക്ക് എൻ്റെ ദൈവത്തിന്റെ മഹത്വം കാണണം. യഥാർത്ഥത്തിൽ സീനായി മലയിൽ വെച്ച് ദൈവത്തെ കണ്ടു. 40 ദിവസം ദൈവത്തോട് സംസാരിച്ചു, മുഖാമുഖം. പക്ഷേ ദൈവത്തോട് മറ്റൊരു റിക്വസ്റ്റ് പറയുക. ദൈവം ഇപ്പോ ആ മലമുകളിൽ ആദ്യം കണ്ടപ്പോൾ തന്നെ നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ്, നിന്റെ പാദരക്ഷകൾ അഴിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ മോശ ദൈവത്തെ കാണുന്നുണ്ടല്ലേ? ആ മുൾച്ചെടിയിൽ ദൈവത്തെ കാണുന്നുണ്ട്, കത്തുന്നുണ്ട്, പക്ഷെ അത് അമരുന്നില്ല. ഇങ്ങനെ പല പ്രാവശ്യം ദൈവത്തിന്റെ പ്രത്യക്ഷത മോശയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മോശയുടെ ഈ റിക്വസ്റ്റ് കുറച്ചുകൂടി കടന്ന കയ്യ. അതാണ് അവിടെ ഒരു വ്യത്യാസം കാണുന്നത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ ബ്രദറെ. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതായത് കുറഞ്ഞതൊന്നും പോരാ, എനിക്ക് നിന്റെ ഗ്ലോറി, നിന്റെ പൂർണ്ണ മഹത്വം എനിക്ക് കാണണം, എനിക്ക് കണ്ടേ പറ്റൂ. മോശ ദൈവത്തോട് ചോദിക്കുക, എനിക്ക് നിന്റെ മഹത്വം കണ്ടേ പറ്റൂ, എനിക്ക് കാണിച്ചു തരണം എന്ന് അപേക്ഷിക്കുക. താഴോട്ട് വായിച്ചോ. അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ ഒരു കൃമിയായ മനുഷ്യനോട് കർത്താവ് പറയുന്ന വാക്യം അത്. ഒരു സാധാരണക്കാരനായ, ഒരു സാധാ മനുഷ്യനായ, അയ്യോ എനിക്ക് ദുരിതമെന്ന് പറയുന്ന ഒരു മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, അല്ലയോ മോശ, ഞാൻ നിനക്ക് എൻ്റെ മഹത്വം കാണിച്ചു തരും. കാരണം എന്താ? മോശ കർത്താവിൻ്റെ കൂടെ നടന്നു, ദൈവവചനത്തിനെതിരെ പോയത്തില്ല. അഹറോനോട് മോശ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലയോ അഹറോനെ, ഈ ജനത്തെ ഇത്രയും വലിയ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഇവർ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? മോശ തെറ്റിലേക്ക് പോയില്ല അല്ലേ? മോശ അഹറോന്റെ ആ പാപത്തിലേക്ക് പോയോ? ഇല്ല. മോശ വീണ്ടും ദൈവത്തിന്റെ മുൻപിൽ പോയി കരഞ്ഞപേക്ഷിച്ച് കർത്താവിന്റെ കാല് പിടിച്ചിട്ട് ആ ജനത്തിന് രക്ഷ കൊടുത്തു, ആ ജനത്തിലേക്ക് അനുഗ്രഹം അയച്ചു, ആ ജനത്തിന് വിടുതൽ അയച്ചു. അങ്ങനെ മോശ എപ്പോഴും ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവത്തിന്റെ കൂടെ നടന്ന മോശയോട് കർത്താവ് പറയുക, മോശേ, നിനക്ക് വേണ്ടി ഞാൻ അതും ചെയ്തു തരും, എൻ്റെ മഹത്വം ഞാൻ കാണിച്ചു തരും. പക്ഷേ മോശ, നിന്റെ ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ മഹത്വത്തിന്റെ പൂർണ്ണത നിനക്ക് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്കത് സാധിക്കത്തുള്ളൂ. 21 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചോ ബ്രദറെ. കർത്താവ് പറഞ്ഞു, ഇതാ എന്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക. അതായത് മോശേ, നീ ഇപ്പൊ നിൽക്കുന്ന തലത്തിൽ നിന്നാൽ നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാൻ പറ്റത്തില്ല. നീ എവിടെ നിൽക്കണം? നീ ഒരു പാറമേൽ കയറി വെക്കണം. നീ ഇപ്പൊ താഴെ നിൽക്കുക, സക്കേവോസിനെ പോലെ നിനക്ക് ഇതിൽ പൊക്കം കുറവാ. നീ ഈ പാറയുടെ മുകളിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറമുള്ള മല നിനക്ക് കാണാം. അങ്ങനെയാണോ പറഞ്ഞത്? അതാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ പാറമേൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ 1 കൊരിന്തോസ് അതിന്റെ 10:4 വായിച്ചാലേ നമുക്കത് വാക്യം മനസ്സിലാവത്തുള്ളൂ. ഏതാണ് ആ പാറ? ഏത് പാറയിൽ നിൽക്കാൻ പറഞ്ഞു? ഏത് പാറയിൽ നിന്നാലാണ് ദൈവത്തിന്റെ ഗ്ലോറിയെ നമുക്ക് ദർശിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 കൊരിന്തോസ് അതിന്റെ 10 അധ്യായം 4 വാക്യം ഒന്ന് വായിക്കണം. വായിച്ചോ.
എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ആ. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശീലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ഒരു ആത്മീയ ശില ഇസ്രായേലിന്റെ പിന്നാലെ നടന്നു. ഒരു പാറ ഇസ്രായേലിന്റെ പിന്നാലെ നടന്നു. ആ പാറ ആരാണെന്നാ പറയുന്നത്? ക്രിസ്തു. ആ പാറ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന പാറമേലാണ് എന്ത് ചെയ്തത്? അവരുടെ പിന്നാലെ നടന്ന ആ പാറ ആരാണ്? ക്രിസ്തുവാണ് ആ പാറ എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നീ എവിടെ നിന്നാലേ ക്രിസ്തുവിനെ കാണാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റത്തുള്ളൂ? ക്രിസ്തുവിൽ നിൽക്കണം, യേശു ക്രിസ്തുവിൽ നിൽക്കണം. എന്നാലേ ദൈവത്തിന്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ പറ്റത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞു, വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവന്റെ മഹത്വം വചനത്തിന്റെ അകത്താ. ആ വചനത്തിൽ നിന്നാലേ, ആ വചനത്തിന്റെ അകത്ത് മാത്രമേ ആ മഹത്വമുള്ളൂ. ആ മഹത്വം ദർശിക്കണമെങ്കിൽ നീ ഡാവിഞ്ചിയുടെ ചിത്രം കണ്ടാൽ പറ്റത്തില്ല, അതിന്റെ പിന്നാലെ പോയാൽ പറ്റത്തില്ല. നീ ആ മഹത്വം കാണണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കൂടെ നിൽക്കണം, ആ വചനത്തിൽ നിൽക്കണം. ആ വചനത്തിൽ നിന്നും പുറത്ത് ചാടുന്നവന് ദൈവമില്ല, അവനൊട്ട് ആ ദൈവത്തിന്റെ മഹത്വം കാണാനും പറ്റത്തില്ല. വീണ്ടും അടുത്ത വാക്യം, പുറപ്പാട് പുസ്തകം 33-ന്റെ 21 നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? 22 വാക്യം കൂടി ഒന്ന് വായിക്കാം. പുറപ്പാട് 33-ന്റെ 22. എന്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരടിക്കൽ ഞാൻ നിർത്തും. എടാ, നീ ആ പാറമ നിന്നാ മാത്രം പോരാ, ആ പാറയുടെ ഇടുക്കിൽ കയറി നിൽക്കണം അല്ലേ? പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ കാണാം, പക്ഷെ അവിടെയല്ല നിൽക്കാൻ പറഞ്ഞത്, പാറമേൽ നിൽക്കണം. പക്ഷെ ആ പാറയുടെ ഇടുക്കിൽ നീ കയറണം, എന്നാലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിനക്ക് മഹത്വം കാണാൻ പറ്റത്തുള്ളൂ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഇസ്രായേലിന് ജെറുസലേം ദേവാലയത്തിന്റെ വിരിയെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, അത് തോലുകൊണ്ടുണ്ടാക്കിയ വിരിക്ക് എത്രയോ ഭയങ്കര തിക്നെസ് ആണ് പറയുന്നത്. അതായത് വലിയ തിക്നെസ് ആണ് ആ വിരിക്ക്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വിരി രണ്ടായി കീറി, അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് അകത്ത് പ്രവേശിക്കാനുള്ളൊരു ദൈവത്തിന്റെ കൃപ നൽകി. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്, ക്രിസ്തുവാകുന്ന ആ വിരിയിലൂടെ നമുക്ക് അകത്ത് പ്രവേശിക്കാൻ ഒരു ധൈര്യമുണ്ട്. അപ്പൊ യേശു ക്രിസ്തു പിളർന്ന പാറയാ അല്ലെ? ആരാണ് പാറ? പിളർന്ന പാറ ക്രിസ്തുവാണ്. എന്താണ് പിളർന്നത്? അവൻ കാൽവരി ക്രൂശിൽ തന്നെ പിളർന്ന് അതിന്റെ നടുവിലൂടെ നമ്മളെ കടത്തി. ഇവിടെ കർത്താവ് പറയുക, നീ ആ പാറയുടെ പിളർപ്പിൽ നിൽക്കണം. എന്ന് വെച്ചാൽ ക്രൂശിതനായ ക്രിസ്തുവിൽ, എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച യേശു ക്രിസ്തുവിൽ നിന്നാൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ 2 മാനദണ്ഡം പറയാണ്. ഒന്നാമത്തെ മാനദണ്ഡം എന്തായിരുന്നു? നീ എവിടെ നിൽക്കണം? പാറമേൽ നിൽക്കണം. 2, അത് വെറും പാറയല്ല, ആ പിളരണം. ആ പാറ പിളർന്നു കഴിയുമ്പോൾ ആ പിളർപ്പിൽ നീ നിന്നാൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. വീണ്ടും പുറപ്പാട് 22-ന്റെ ബാക്കി ഒന്ന് വായിക്കാം. ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അപ്പോ മൂന്നാമത്തെ ഒരു മാനദണ്ഡോട് പറയാം. 2 കാര്യം പറഞ്ഞു. ഒന്ന്, പാറമേൽ നിൽക്കണം, പിളർന്ന പാറയുടെ ആ പിളർന്ന സൈഡിൽ നീ പോയി നിൽക്കണം. ഇത് രണ്ടും ഉണ്ടായാലും നടക്കത്തില്ല. അവിടെ നമ്മൾ നേരത്തെ വായിച്ചു വെച്ച വചനങ്ങൾ ഇങ്ങനെ കിടക്കുക. ഏത്? അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ദുഷ്ടതയിൽ കഴിയുന്നവൻ, പാപത്തിൽ ജീവിക്കുന്നവൻ, പാപമുള്ള അതരങ്ങളുടെ ഇടയിൽ കഴിയുന്നവൻ, അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഞാൻ മരണപ്പെട്ടേക്കാം. ഈ 2 കാര്യത്തിലും രണ്ടാമത്തെ കാറ്റഗറി കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു തലത്തിലേക്ക് കൂടി കർത്താവ് കൊണ്ടുപോവുക. ഞാൻ എൻ്റെ കരം കൊണ്ട് നിന്റെ മുഖം മറയ്ക്കും, ഞാൻ എൻ്റെ കരം കൊണ്ട് നിന്നെ ഒന്ന് പൊതിയും, എൻ്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കും, അപ്പോൾ ഞാൻ പോകും, നിനക്ക് എൻ്റെ മഹത്വം കാണാൻ സാധിക്കും. അപ്പോഴേ ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴും പറയുക, നിനക്ക് എൻ്റെ മുൻഭാഗമല്ല പിൻഭാഗം, മഹത്വത്തിന്റെ ആ ഗ്ലോറിയുടെ ഒരു ലിമിറ്റഡ് റെവലേഷൻ അവിടെ കിട്ടത്തുള്ളൂ. അതായത് ആ ഗ്ലോറിയുടെ പൂർണ്ണതയിൽ അപ്പോഴും നമുക്ക് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ 3 കാറ്റഗറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്രിസ്തുവിലായിരിക്കുന്നു, അവന്റെ പിളർപ്പിലായിരിക്കുന്നു, അവന്റെ കരം കൊണ്ട് നമ്മളെ പൊതിഞ്ഞു കഴിഞ്ഞാലും ആ ഗ്ലോറിയുടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗം മാത്രമേ നമുക്ക് അപ്പോഴും കാണാനായിട്ടുള്ളൊരു അവസരമുള്ളൂ. ദ കംപ്ലീറ്റ് ദൈവത്തിന്റെ പൂർണ്ണമായ ഗ്ലോറിയിലേക്ക് നമ്മൾ കാണണമെങ്കിൽ നീ ദൈവരാജ്യത്ത് ചെല്ലണം. അതാണ് സുവിശേഷകൻ വ്യക്തമായിട്ട് പൗലോസ് ലൂഹ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിനെ മുഖാമുഖം നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും, അവർ അവിടുത്തെ മുഖം ഭക്തിക്കും, അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. എപ്പോഴായിരിക്കും അവന്റെ മുഖം ദർശിക്കുന്നത്?
വെളിപ്പാട് പുസ്തകം അതിൻ്റെ അവസാനം വരുമ്പോൾ അവിടുത്തെ മക്കൾ, ദൈവ പൈതലുകൾ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുക. അവിടം വരെ അവൻ്റെ ഗ്ലോറിയുടെ പൂർണ്ണത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കാണാനോ സ്പർശിക്കാനോ ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വത്തിലെ ഒരു തലത്ത് പത്രോസും യാക്കോബും യോഹനാനും കണ്ടതായിട്ട് വചനത്തിൽ പറയുന്നുണ്ട് അല്ലേ. താബോർ മലയിൽ അവൻ്റെ മഹത്വ പ്രത്യക്ഷത, അവൻ്റെ മഹത്വത്തിൽ അവനെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു. ഇതാ ലോകത്ത് ഒരു അലക്കുകാരനും ഒരു കാരത്തിനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം ഇതാ യേശുവിന്റെ അവന്റെ വസ്ത്രാഞ്ചലം വെട്ടിത്തിളങ്ങി. അവർക്ക് നിൽക്കാൻ കഴിയാത്തവണ്ണം പത്രോസും യോഹന്നാനും യാക്കോബും നിലംപതിച്ചു എന്ന വചനം പറയുന്നത്. അതിനെ കാണാൻ, ദർശിക്കാൻ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത കാണാൻ കഴിയാത്തവണ്ണം അവർ നിലംപതിച്ചു. അവസാനം യേശു എന്നവരെ തട്ടി ഉണർത്തി, മക്കളെ വാ, പരിപാടിയൊക്കെ കഴിഞ്ഞു, പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. അതുവരെ ആ മഹത്വത്തിന്റെ പൂർണ്ണത പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഒരു മഹത്വത്തിന്റെ ഒരു ചെറിയ നാമ്പ് അവർ കണ്ടു. ചെറുതായ ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേട്ടു. ആ മഹത്വത്തിന്റെ ഒരു ലിമിറ്റഡ് റെവലേഷൻ ഇതാ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ലഭിച്ചു എന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുന്നു. പക്ഷേ തൊട്ടടുത്ത വചനം പറയുകയാണ്, അവർ നിലംപതിച്ചു. അതിന്റെ മഹത്വത്തിൽ അവർക്ക് നിൽക്കാൻ സാധിച്ചില്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, യേശുവിന്റെ വസ്ത്രാഞ്ചലം മാത്രമല്ല, ആ മഹത്വത്തിലേക്ക് ചേർന്ന് നിന്ന മോശയുടെയും ഏലിയായുടെയും വസ്ത്രാഞ്ചലം തിളങ്ങി. ലോകത്ത് ഒരു മനുഷ്യനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം, ഒരൊറ്റ മനുഷ്യ വ്യക്തിക്കും ഒരു കാലത്തിനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം ഇതാ മോശയുടെ വസ്ത്രം തിളങ്ങി, ഏലിയായുടെ വസ്ത്രം തിളങ്ങി. കാരണം എൻ്റെ യേശുവിനോട് ചേരുന്നവൻ, അവന്റെ മഹത്വത്തോട് ചേരുന്നവൻ, അവന്റെ ഗ്ലോറിയോട് ചേരുന്നവൻ, നിന്റെ വസ്ത്രവും ദൈവം തിളക്കമുള്ളതാക്കും, ഗ്ലോറി ഉള്ളതാക്കും. അതാ ദൈവം നമുക്ക് നൽകുന്ന ഒരു സാക്ഷ്യം. നീ ആ കർത്താവിനോട് ചേരുമ്പോ നിന്നെയും ആ ഗ്ലോറിയിലേക്ക് മാറ്റും കർത്താവ്. ഹല്ലേലൂയ. മോശ ദൈവത്തെ കണ്ടുകൊണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ അവൻ മൂടുപടം ഉപയോഗിച്ചു. കാരണം ദൈവത്തിന്റെ മഹത്വം, അവന്റെ ഗ്ലോറിയെ കണ്ടവൻ ആ മൂടുപടം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ജനത്തെ കണ്ടത്. മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ദൈവജനത്തിന് ഭയമായിരുന്നു. ഇത് നമുക്ക് ആർക്കാ ഭയമുള്ളത്? എത്ര ക്രിസ്ത്യാനിക്ക് ഭയമുണ്ട്? എത്ര ക്രിസ്ത്യാനിക്ക് കർത്താവിനെ കാണുന്നതിനോ അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഭയമുള്ള എത്ര ക്രിസ്ത്യാനി നമ്മുടെ ചുറ്റുവട്ടമുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ യുവാക്കന്മാർ നശിച്ചു പോകുന്നുകൊണ്ടാ? മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടുന്നതുകൊണ്ടാ? അവരുടെ പിന്നാലെ നമ്മൾ പോകേണ്ടി വരുന്നതുകൊണ്ടാ? നമ്മുടെ ചുറ്റുപാടുകൾ നശിച്ചു പോകുന്നതുകൊണ്ടാ? തിന്മയിലേക്ക് വീണു പോകുന്നുണ്ടാ? ജഡത്തിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു പാപത്തിലേക്ക് ജനം കടന്നു പോകുമ്പോൾ അവരാദ്യം ചെയ്യുന്ന പ്രവൃത്തി അത് തന്നെയാ. ഞങ്ങൾക്ക് കാണാനും ഞങ്ങൾക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാനും കഴിയുന്ന ഒരു ദേവന്മാരെ ഉണ്ടാക്കിത്തരാൻ ഇസ്രായേൽ പറയുന്ന അതേ വികാരത്തോടെ ജനം പറഞ്ഞു. അവർക്ക് വേണ്ടി ഇവിടെയുള്ള അധികാരികൾ ചെയ്തു. അന്ന് മുതൽ വിശ്വാസത്തിൻ്റെ നാശം സംഭവിച്ചു തുടങ്ങി. വിശ്വാസം താഴോട്ട് വളരാൻ തുടങ്ങി. ആരൊക്കെ ക്രിസ്തുവിലേക്ക് നോക്കുന്നുണ്ടോ, ആ പാറയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആ പിളർന്ന ഭാഗത്തേക്ക് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവൻ നിന്റെ മുഖം മറയ്ക്കുന്നുണ്ടോ, ഉറപ്പാ നീ കർത്താവിൻ്റെ മഹത്വം കാണും. ആ കർത്താവിൻ്റെ ഗ്ലോറിയിൽ നീ അനുഭവിക്കും ആ മഹത്വത്തെ. ആ ഗ്ലോറിയെ കാണുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാകും, എന്നെ ആ മഹത്വ പ്രത്യക്ഷതയിൽ എൻ്റെ കർത്താവ് ഉയർത്തും. എൻ്റെ കർത്താവ് വരുന്നൊരു ദിനമുണ്ട്. അവൻ്റെ വരവ് നമ്മൾ നോക്കിക്ക. അവൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ് നമ്മൾ എത്ര പേര് ഒരുക്കമുള്ളവരായി മാറുന്നുണ്ട്? എത്ര പേര് ഈ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച്, ഈ തിന്മകളെ ഉപേക്ഷിച്ച്, ഈ ജഡികമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച്, പാപമാർഗങ്ങളെ ഉപേക്ഷിച്ച് അവൻ്റെ മഹത്വത്തിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയ വചനം ഇന്ന് നമ്മളോട് പറയുകയാ. കെരൂബുകൾ മുഖം മറയ്ക്കുന്നത് പോലെ, അവന്റെ പാദങ്ങൾ മറയ്ക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ മുഖമൊന്നും മറച്ചേ കർത്താവിന്റെ മുൻപിൽ. കർത്താവേ, ഞാൻ പാപിയാ, ഞാൻ തിന്മ നിറഞ്ഞവനാ, നിന്റെ മുഖം ദർശിക്കാൻ യോഗ്യതയില്ലാത്തവനാ, നിന്റെ ഗ്ലോറിയുടെ മുൻപിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാ, നിന്റെ പ്രകാശത്തിന് മധ്യ വസിക്കാൻ യോഗ്യതയില്ലാത്തവനാ, നിന്റെ പ്രകാശത്തിന് മുൻപിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാ. എന്നാൽ നിന്റെ വചനം അയച്ച് നിന്റെ പ്രകാശം, നിന്റെ സ്വർഗീയ ഗ്ലോറി എന്റെ മേൽ അയക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ സ്വർഗീയ പ്രകാശം ഇന്ന് ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ ഗ്ലോറി കർത്താവേ ഞങ്ങൾക്ക് കാണാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ഗ്ലോറി കാണുവാൻ, നിന്റെ മഹത്വം ദർശിക്കുവാൻ, അവിടുത്തെ സ്വർഗീയ ഗ്ലോറിയിൽ ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം, ആ മഹത്വത്തിൽ ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി കടന്നു വന്ന ഓരോ ഐഡികളെയും, ഓരോ കുടുംബത്തെയും, ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്വർഗീയ മഹത്വ പ്രത്യക്ഷതയിൽ
അവിടുത്തെ രണ്ടാം വരവിൽ മധ്യാകാശത്തിൽ കർത്താവെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടൊരു മിന്നൽ പിണർ പോലെ ഒരു ഗ്ലോറി കടന്നു പോകുമ്പോ ആ ഗ്ലോറിയിലേക്ക് ഞങ്ങളും കൂടി ചേരുവാൻ, ആ ഗ്ലോറിയിൽ ഞങ്ങൾ അവകാശികളാകുവാൻ, ആ ഗ്ലോറിയിൽ ഞങ്ങൾ അവകാശികളാകുവാൻ തക്കവണ്ണം എന്റെ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. പത്രോസ് തന്നെ ലേഖനത്തിൽ എഴുതിയതുപോലെ അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു, അവന്റെ ഗ്ലോറി ഞങ്ങൾ ദർശിച്ചു. മലയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, ആ മലയിൽ ഞങ്ങളും മോശയോടും ഏലിയായോടും കൂടെ അവന്റെ ഗ്ലോറിയെ ദർശിക്കാൻ ദൈവം കൃപ നൽകിയെന്ന് പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ.